നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ട് വാർത്തകൾ അതുതന്നെയാണ് ഇവരെയും അലോസരപ്പെടുത്തുന്നത്. ഒന്നെന്ന് പറയുന്നത്, ചായക്കടയിൽ വെച്ച് അച്ഛനൊപ്പം കാമുകിയെ കണ്ടെത്തിയ കാമുകൻ. അങ്ങനെ 24-കാരിയെ മകൻ കുത്തിക്കൊന്നു. മറുഭാഗത്ത് അമ്മയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് 30-കാരനെ വടിവാളിന് വെട്ടിക്കൊല്ലുകയാണ് യുവതിയുടെ പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തുക്കളും. ഇങ്ങനെ തലമറയ്ക്കുന്ന ചില വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒന്നാമത്തേത്, വെസ്റ്റ് ബംഗാളിലാണ് പിതാവിന്റെ കാമുകിയെ ചായക്കടയിലിട്ട് മകൻ കുത്തിക്കൊലപ്പെടുത്തിയത്. വളരെ ക്രൂരമായി അച്ഛന്റെ മുന്നിലിട്ടാണ് 16-കാരനായ മകൻ 24-കാരിയായ കാമുകിയെ കൊലപ്പെടുത്തിയത്. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെയാണ് ഈ കൊലപാതകം സംഭവിച്ചത്. ഇതിൽ 16-കാരനെയും മാതാവിനെയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു 22-കാരനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കിഴക്കൻ കൊൽക്കത്തയിലെ ഏറ്റവും തിരക്കേറിയ ഒരു മേഖലയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കൊലപാതകം അരങ്ങേറിയത്. പിതാവിന് 24-കാരിയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ മകൻ കാറിന്റെ GPS പിന്തുടർന്ന് ഇരുവരും എവിടെയുണ്ടെന്ന് കണ്ടെത്തി. ഏറ്റവും ഒടുവിൽ ഒരു ചായക്കടയിൽ വെച്ചാണ് ഈ കൃത്യം നടത്തിയത്. ചായക്കടയ്ക്ക് പുറത്ത് കാറിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു പിതാവും കാമുകിയും. കാമുകിക്കൊപ്പം തന്റെ പിതാവ് ഇരിക്കുന്നത് കണ്ടതോടെ പ്രകോപിതനായ മകൻ ഇവിടേക്ക് എത്തി ക്രൂരകൃത്യം നടത്തുകയായിരുന്നു. മകനൊപ്പം മാതാവും മറ്റൊരു കാറിലുണ്ടായിരുന്നു. കൂടെ സഹായിയായി മറ്റൊരു 24-കാരനും. അച്ഛനെയും കാമുകിയെയും ഒരുമിച്ച് കണ്ടതോടെ യുവതിയെ കാറിൽ നിന്നും വലിച്ചിറക്കി പിന്നീട് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. ഗുരുതരമായി പരിക്ക് സംഭവിച്ച യുവതിയെ വളരെ വേഗത്തിൽ സമീപത്തുള്ളവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് ചെയ്തത്. പിതാവിന്റെ അവിഹിത ബന്ധം മനസ്സിലായതോടെ 16-കാരനും അമ്മയും ചേർന്നാണ് ഈ കൊലപാതകത്തിന് പദ്ധതിയിട്ടതെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിന് ശേഷം പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത പ്രതി ആയതുകൊണ്ട് തന്നെ ആരുടെയും പേര് വിവരങ്ങൾ ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ 16-കാരന്റെ പിതാവ് രക്ഷപ്പെട്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. മറുഭാഗത്ത് മഹാരാഷ്ട്രയിൽ അമ്മയുമായി 30-കാരൻ അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വടിവാളിന് പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തുക്കളും സുഹൃത്തിനെ 30-കാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് വ്യാഴാഴ്ച രാത്രി ഈ ആക്രമണം നടന്നത്. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോൺട്രാക്ടറും 30-കാരനുമായ രാഹുൽ ജാദവാണ് വെള്ളിയാഴ്ച വെട്ടേറ്റ് ഗുരുതര പരിക്കുകളോടെ മരണപ്പെട്ടത്. ഭോർ സ്വദേശിയായ 30-കാരന്റെ മരണത്തിന് പിറകെ തന്നെ അന്വേഷണം നടത്തിയപ്പോഴാണ് 5 കൗമാരക്കാരെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. ഈ സംഘത്തിലെ ഒരാളുടെ അമ്മയുമായി 30-കാരൻ അവിഹിത ബന്ധമുണ്ടെന്നുള്ള ആരോപണം ഉന്നയിച്ചു തന്നെയാണ് ഇവർ ഈ ആക്രമണം നടത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിയോടെ സാഗർ കോളനിയിലേക്ക് എത്തിയ 30-കാരനെ കൗമാരക്കാർ തടഞ്ഞു. ആയുധവുമായി എത്തിയ കൗമാരക്കാർ യുവാവിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഗുരുതര പരിക്കുകളോടെ ഇയാളെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അയൽവാസികളാണ് ഈ അറസ്റ്റിലായിട്ടുള്ള കൗമാരക്കാരൊക്കെ തന്നെ. 5 പേരെയും ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയതായും സംഭവത്തിലുള്ള അന്വേഷണം നിലവിൽ പുരോഗമിക്കുന്നുവെന്ന് കൂടിയാണ് പോലീസ് പറയുന്നത്. നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്.